ദില്ലിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ ഭൂകമ്പമാണ്. BJP-യുടെ എക്കാലത്തെയും വലിയ ആശയപരമായ ശത്രുക്കൾ, സനാതനധർമ്മത്തെ വേരോടെ പിഴുതെറിയുമെന്ന് പറഞ്ഞവർ, അതെ, സാക്ഷാൽ MK സ്റ്റാലിന്റെ DMK ഇപ്പോൾ മോദിയുടെ കാൽക്കീഴിലേക്ക് വരികയാണ്. ഉടൻ നടക്കാനിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ DMK-ക്കും ക്യാബിനറ്റ് സീറ്റ് ലഭിച്ചേക്കുമെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദ്രാവിഡ രാഷ്ട്രീയം BJP-ക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നീറ്റ് പരീക്ഷാ വിവാദത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെ വലിയൊരു മന്ത്രിസഭ അഴിച്ചുപണിക്ക് മോദി സർക്കാർ തയ്യാറെടുക്കുകയാണ്. 20-ലധികം മന്ത്രിമാരുടെ വകുപ്പുകൾ മാറിയേക്കും. ഇതിനൊപ്പമാണ് DMK-യെ NDA പാളയത്തിൽ എത്തിക്കാനുള്ള അണിയറ നീക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നത്. BJP-യുമായി ഒരു കാലത്തും സഖ്യത്തിനില്ലെന്ന് വീമ്പിളക്കിയിരുന്ന DMK എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിലപാട് മാറ്റിയതിന് കാരണം എല്ലാവർക്കും അറിയാമല്ലോ. സ്വന്തം സഖ്യകക്ഷിയായ കോൺഗ്രസ് തമിഴ്നാട്ടിൽ DMK-യെ പിന്നിൽ നിന്ന് കുത്തി നിർദാക്ഷിണ്യം. ഇന്നലെ വന്ന നടൻ വിജയുടെ പാർട്ടിയായ TVK വിജയിച്ചപ്പോൾ അവർക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അവരുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പുതിയ സുരക്ഷിത താവളം തേടുകയാണ് DMK. അധികാരത്തിനു വേണ്ടി DMK എന്ത് പ്രത്യയശാസ്ത്രവും അടിയറവ് വയ്ക്കും എന്നതിന്റെ ഏറ്റവും വലിയ നാണംകെട്ട തെളിവാണിത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന മണ്ഡല പുനർനിർണയ ബില്ലിനെ മുൻപ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഈ DMK ആയിരുന്നു. എന്നാൽ ഇപ്പോൾ NDA മന്ത്രിസഭയിൽ കയറിക്കൂടാൻ വേണ്ടി ചില നിബന്ധനകളുടെ ആ ബില്ലിനെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ്. ഇതിനു പുറമെ അടുത്തിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടത്തിയ പ്രത്യേക ചായ് സത്കാരത്തിൽ DMK MP കനിമൊഴി പങ്കെടുത്തതും വെറും ഒരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. മറുവശത്ത് BJP-യെ സംബന്ധിച്ച് ഇതൊരു ഒന്നൊന്നര ചാണക്യതന്ത്രമാണ്. ലോക്സഭയിൽ 22-ഉം രാജ്യസഭയിൽ 8 MP-മാരുള്ള DMK NDA-യിലെത്തിയാൽ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ഉൾപ്പെടെയുള്ള സുപ്രധാന ബില്ലുകൾ അനായാസം പാസാക്കിയെടുക്കാൻ സർക്കാരിന് സാധിക്കും. അതിലുപരി ദക്ഷിണേന്ത്യയിൽ BJP-യെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പാർട്ടിയെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അതിശക്തമായ മാസ്റ്റർ സ്ട്രോക്ക് കൂടിയാണ് ഇവിടെ വിജയിക്കുന്നത്.